ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ചാമ്പ്യൻ സീരീസിൻ്റെ ഒരു പൈനിയറിൻ്റെ സബ്വൂഫറാണ്. ഡുവൽ വോയിസ് കോയിലാണ്. അപ്പോൾ ഇത് നിലവിൽ കഴിഞ്ഞ ദിവസം ഒരു ടൂറിസ്റ്റ് ദിവസം അയച്ചെടുത്താണ്. അപ്പം ഹീറ്റായെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓഫ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പം ഒരു നോക്കാമെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ എടുത്തുകൊണ്ട് വന്ന് ഡസ്റ്റ് ആപ്പ് പൊളിച്ച് നോക്കിയപ്പോഴത്തേക്ക് അതിനിടയ്ക്കുള്ള കോല് ഭംഗിയേക്കുന്നത് കണ്ടു. അപ്പോൾ എന്തായാലും മൊത്തം ഒന്ന് പൊളിച്ച് നോക്കാറുണ്ട്. മൊത്തം പൊളിച്ച് പീസാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയിൽ കത്തിപ്പോയി നിലവിൽ. അപ്പോൾ ഇതിൻ്റെ ഡുവൽ വോയിസ് കോയിൽ നമുക്ക് നിലവിൽ മേടിക്കാൻ കിട്ടത്തില്ല, സിംഗിൾ വോയിസ് കോയിലേ കിട്ടുകയുള്ളൂ. അപ്പം അത് മേടിച്ച് സെറ്റ് ചെയ്തെടുക്കാമെന്ന് ഓർത്താണ്. അപ്പോൾ എന്തായാലും ഈ കോയിൽ പോയി, ഈ കോയിൽ എന്തായാലും ഇതൊന്ന് പറിച്ച് കളയണം. അപ്പോൾ എന്തായാലും ഈ ഫ്രെയിം എടുത്ത് മാറ്റി വെക്കാം. ഫ്രെയിം ഒന്ന് ക്ലീൻ ചെയ്യണം ഒട്ടിക്കുന്നതിന് മുന്നേ. ഏതാണ്ട് പാറ്റയുടെ ഏതാണ്ടൊക്കെ കഷ്ണങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കണം. സെറ്റാക്കി വേറെ കോയിൽ ഇട്ട് സെറ്റാക്കണം. അപ്പം ആദ്യമേ ഈ പഴയ കോയിൽ അതൊന്ന് പൊളിച്ച് കളയാം. എന്തായാലും ഇത് പോയി. ഇപ്പോൾ ഇനി ഇത് വെച്ചിട്ട് കാര്യമില്ല. പിന്നെ ഒരുപാട് ഗേജ് കാര്യങ്ങളൊന്നും വരുന്നില്ല. സിംഗിൾ വോയിസ് കോയിൽ ആയതുകൊണ്ട് തന്നെ ആ രീതിക്കാണ് ചെയ്തത്. പാർലി ചെയ്ത് വർക്ക് ചെയ്യാനുള്ള രീതിക്കാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് മരിച്ചുപോയി. അപ്പം ഇതിന് വേറെ കോയിൽ വാങ്ങിച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഇതൊന്ന് ക്ലീൻ ചെയ്തെല്ലാം സെറ്റാക്കി എടുക്കണം. വേറെ കോയിൽ കയറുന്ന കറക്റ്റ് ഗ്യാപ്പ് കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് കയറണം. അപ്പോൾ എന്തായാലും കോയിലും കൂടെ വാങ്ങിച്ചിട്ട് ബാക്കി നമുക്ക് വീഡിയോ നോക്കാം. നിലവിൽ ഇതിന് പറ്റിയ കോയിൽ കിട്ടാനില്ല. അപ്പം വേറെ കിട്ടുന്നതാണെങ്കിൽ പോലും ഉള്ളിത്തൊരു പോലത്തെ സാധനം കിട്ടുകയുള്ളൂ. അപ്പം സിംഗിൾ വോയിസ് കോയിൽ അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല. ഡുവലായിരുന്നു പിന്നെ കുഴപ്പമില്ലായിരുന്നു. അപ്പം പിന്നെ ലാസ്റ്റ് ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിൽ ഉണ്ടാക്കിയിടുക എന്നുള്ളതാണ്. മറ്റേ ടിൻ ബിയറിൻ്റെ അലുമിനിയം ഷീറ്റാണിത്. മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കും, അതിൻ്റെ പകുതിയുണ്ട്. അപ്പോൾ ഇത് കറക്റ്റാണ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി. അപ്പം അളവും കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോപ്പർ എല്ലാം ചുറ്റിയൊന്ന് സെറ്റാക്കി പശ ഉണങ്ങിയ ശേഷം വേണം ബാക്കി എല്ലാം ടെസ്റ്റ് അടിക്കാൻ വേണ്ടി. നമ്മൾ കോപ്പറും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോയിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. ഈ കോയിലൊക്കെ നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. നല്ല സ്പൈഡറും പേപ്പറൊക്കെ ആയിട്ട് ഒട്ടിച്ചെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീക്കർ ലീഡ് സോൾഡർ ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. പശയിലായിട്ട് ഒട്ടിച്ച് സെറ്റാക്കി. ഇനി നമുക്ക് സ്പൈഡർ ഒട്ടിക്കണം, നല്ല കോൺ പേപ്പർ ഒട്ടിക്കണം, പിന്നെ സ്പീക്കർ ലീഡ് കണക്ടറിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും പരിപാടിയാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് സ്പൈഡർ കോണെല്ലാം പശയെല്ലാം തേച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. പശയെല്ലാം തൂത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഡൈഫറും എല്ലാം വെച്ച് നമുക്ക് ഒട്ടിക്കണം. പിന്നെ അതിന് മുന്നേ സെൻറ്റർ ചെയ്യണം കോയിൽ.
സൈഡ് ബീഡിങ് കൂടെ ഒട്ടിച്ചു വിട്ടേക്കാം. ഇപ്പം ബീഡിങ്ങിന് വലിയ കാര്യമായിട്ട് പശ വെക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ട് വെച്ചാൽ മതി. സ്ക്രൂ ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ടൈറ്റായിട്ടിരുന്നോളൂ. അതിൽ ഒരുപാട് പശ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കാര്യത്തിൽ പിന്നെ എപ്പോഴെല്ലാം അഴിക്കേണ്ടതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടി പറഞ്ഞു പോകും. ഈ സ്പീക്കർ ലീഡ് സോൾഡർ ചെയ്യാനുണ്ട്. സ്പീക്കർ ലീഡും കൂടെ സോൾഡർ ചെയ്തേക്കാം. ഈ സൈഡിലത്തെ ബീഡിങ് ഒട്ടാൻ ഇച്ചിരി ടൈം എടുക്കും. ഒരു സൈഡിൽ പിന്നെ ലീഡ് ഉപയോഗം ഉള്ളെങ്കിൽ പോലും അത് നമ്മൾ സോൾഡർ ചെയ്ത് വിട്ടേക്കാൻ വെറുതെ കളയണ്ട. സ്പീക്കർ ലീഡ് സോൾഡർ ചെയ്യാൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡിൽ നല്ലൊരു വർക്കിംഗ് ഉള്ളൂ, ഒരു സൈഡിൽ വെറുതെ ഡയമോ ആയിട്ടിരിക്കുകയുള്ളൂ. ബാക്കി സൈഡ് ബീഡിങ്ങിന് കമ്മ കാര്യങ്ങളെല്ലാം ഉണങ്ങി ഒന്ന് സെറ്റായതിനു ശേഷം ഡസ്റ്റ് ചെയ്യാൻ പൊട്ടിക്കാം. സബിൻ്റെ ഡസ്റ്റ് ചെയ്യാൻ കാര്യങ്ങളെല്ലാം ഉണങ്ങി എല്ലാം സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ഇതിനടുത്ത് നിലവിൽ ഒരു കോയിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഈ സൈഡിൽ ഇനി കണക്ടറാണ് കണക്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് സ്പീക്കർ ഔട്ട്പുട്ട് കൊടുത്തിട്ട് ചെക്ക് ചെയ്യാം. ഈ സൈഡിലല്ല, ഇപ്പുറ സൈഡാണ്. സൈഡ് പറഞ്ഞ മാറിപ്പോയിരുന്നു. ഇപ്പുറ സൈഡാണ്, ഇതാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിനകത്ത് ഓഡിയോ കൊടുത്തിട്ട് ഒന്ന് വർക്കേഴ്സ് നോക്കാം. വർക്കേഴ്സ് നോക്കിയിട്ട് ബോക്സിനകത്ത് കയറ്റണം. ഇവിടെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഓവർ പവർ ചെയ്യുന്ന കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആയി പോകും. ഞാൻ സ്പീക്കർ ചെക്ക് ചെയ്യാൻ വെച്ചേക്കുന്ന ഒരു ആമ്പാണ്. ഇപ്പോൾ സംഭവം നിലവിൽ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല.
വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.